ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊന്നാനിയിലുള്ള ഗ്രോവിൻ ഐലൻഡിലേക്കാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മലപ്പുറത്തുള്ളവർക്ക് അടിപൊളിയായിട്ട് കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഗ്രോവിൻ ഐലൻഡ്. ഒരു വൈകിട്ട് ഒരു 5 മണി 6 മണിയാകുമ്പോഴത്തെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല സൺസെറ്റൊക്കെ കണ്ട് നല്ല അടിപൊളി വിഷ്വലോട് കൂടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു കയാക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ കയാക്കിങ് പെർ ഹെഡ് വരുന്നത് 250 രൂപയാണ്. നമ്മൾ തലേന്നായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരികയാണ് ഒന്നും കൂടി നല്ലത്. ചില ടൈമിൽ ഇവിടെ ബുക്കിംഗ് ഉണ്ടാവും, അപ്പോൾ ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് കിട്ടും. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എവിടെ നിങ്ങളുടെ പള്ളി ഇറങ്ങിയാ നിസ്കരിച്ചാ എന്താണ് ഇവിടെ ഇറങ്ങല്ലേ ആ കാണ കാണിയാ ആളൊന്നും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് എന്ത് പേടിക്കാ ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ ജാക്കറ്റ് ഇട്, അറിയണ്ട നമുക്കറിയില്ല, ഇവിടെ അറിയാത്ത ആൾക്കാരാന്ന് ജാക്കറ്റ് ഇടണോ? 5 ആൾ എങ്ങനെ ഷൂ വെച്ചിട്ടോ ഇവിടെ എവിടെ അയച്ചിട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും റൂട്ട് അങ്ങനെയാണ് പോവാ, കടൽക്കെത്തും. ആ ഇവിടെ വെക്കാം. റമീസ് കേറൂ, റമീസ് പോട്ടെ. ടൈം പോലും വിളിച്ചറിഞ്ഞു. തൊഞ്ഞൂട്രാ വാ ഞങ്ങളെടുത്ത് ടൈമൊക്കെ ഒന്നുമില്ല. നിങ്ങൾ വിളിച്ച ഒരാൾ വാച്ചുണ്ടോ ആറ്റത്തെങ്കിലും? ഒരാൾ ഫോൺ കയ്യിൽ എടുക്കടാ. 5:11 6:11 ഒക്കെ ആകുമ്പോ സൂര്യ അസ്തമിക്കണം. എങ്ങനെ പോരെ? അല്ല അറിയില്ലാന്ന് പറഞ്ഞ ഒരുത്തനാ പോണ്. എടാ ഇത് ഇത്ര സിമ്പിളാണ് കേട്ടാ. എന്താടാ എടാ തൊയ്യടാ, ഫാറൂഖിന് തൊയ്യാൻ പഠിച്ചില്ല. പോന്നോട്ടെ അബ്ദുറസാഖ് വന്നിടിയേ. ഫാറൂഖിന് ഇപ്പോഴും തൊയ്യാറിയില്ല. എന്റെ മേത്തല്ലേ ബ്രേക്ക് ഇടണ്ടേ? അബ്ദുറസാഖ് മോനെ വിഷയം. പോന്നോട്ടെ. നീ ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? ബാദറിന് പറയടാ. എടാ താടിക്കാരൻ നിന്നോടാ ചോദിച്ചത്. എടാ ഊമയാണെങ്കിൽ ബാദറിന് പറയടാ, ഇതുപോലത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ എന്ന്. റസാക്കിനൊരു പേടി കൊണ്ടുണ്ടോന്ന്.
ഇജി നല്ല പോലെ ഇരുന്നോ, ബാക്ക് ചാരല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നോ, ചാരണ്ടോ. ഇങ്ങോട്ട് ഇന്ത പക്കം കോമ്പടിച്ചാ തൊയാൻ പറ്റൂല പൊട്ട. റസാക്ക് എന്താ ഹണിമൂണ്ടെന്നായിരിക്കും ഇങ്ങോട്ട് ആഞ്ഞു തൊയ്യ റസാക്ക. അനക്കിച്ചു വേറെ വാങ്ങിയണ്ടേ, സിംഗിള് മേലുണ്ട് ഇതിമ്മ പോകാൻ പറ്റൂലെന്ന് പറയണം. ഉള്ളിക്ക് വെള്ളാക്കില്ലടാ, ഈ നാഗ് നനച്ചടാ കള്ളക്കോട്ടി. എന്താ ആവശ്യം, ആകെ നനങ്ങി. ആ ചേടാ ഇന്റെ ബാറ്ററി തന്നെയാ വേണ്ട കള്ളക്കോട്ടിയെ. നീ നനക്കല്ലട്ടാ, ഞാൻ ഒന്നാണ്ട് പോട്ടെ. തൊയ്യല്ലേ. എടാ എൻ്റെ സോലിയാകെ നനച്ചട ഇന്നെ. നീങ്ങ വാടാ. എടാ നായി, നിനക്ക് പ്രാന്താളാ പന്നി. ഈയടെ തായ് മേത്തോണ്ടിട്ടുണ്ടല്ലേ. ആ എന്നാ നിക്ക് പൂലക്കത്തക്കത്ത ഞങ്ങളെല്ലാവരും ഡ്രിഫ്റ്റ് ചെയ്ത് പോട്ടെ. കാരണം പാടൊക്കെ പോവല്ല, പൂലക്കത്തക്കത്ത പോവല്ലേ അവിടെ നിക്ക്, ഞങ്ങളതിനെ റൗണ്ട് ചെയ്ത് തരാം. എടാ പോവലോടെ പൊട്ട എന്നെ റൗണ്ട് ചെയ്യട്ടാ. ഈ പൊട്ട കാണിക്കുന്ന ആ ഷോട്ട് കൊണ്ടേ കൊളാക്കി. നിങ്ങളാരും നീർന്നാനെ കണ്ടില്ലല്ലോ. ഞാൻ അങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഏരിയ ഇല്ല. ആ ഇവിടെ എത്തിയടാ, അവന്മാരെങ്ങ തീക്ക് ചാടിയാ തീർന്നിട്ടാ. അയ്യോ എടാ ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ലടാ, ഉപദ്രവിക്കലടാ. ഇത് ഒരുപാടുണ്ടല്ലോ. എടാ ഇങ്ങോട്ട് വരുന്നുണ്ടാ. വെയിലാണ് ഇങ്ങോട്ട് വേടാ തെണ്ടികളെ അല്ലേ. എടാ അങ്ങോട്ടൊന്നും ഇല്ല, എന്താ പക്കമ്പാ ഇത് ഇന്ത്യൻ ബൗണ്ടറി കടന്ന് പാകിസ്ഥാനിലാണ്. അല്ല പാകിസ്ഥാനല്ല, ശ്രീലങ്ക ബോർഡറാണ്. എടാ മേത്ത് തട്ടി 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 തട്ടി. എൻ്റെ മറ്റോനെന്ന് ഡയലോഗ് അടിച്ചിന്ന്. ആ ഏ ഓയ് 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 ഓയ്. റസാക്കിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ചാരിക്കാൻ പറ്റായിട്ടില്ലേ. ജി റമീസിന്റെ മാറ്റി പിടിച്ച്.
ഇവിടെ നല്ല കുണ്ടുള്ള കേട്ടാ, ഇവിടെ നല്ല കുണ്ടുള്ള കേട്ടാ. അത് ഇട്ടിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഇത് കൗലൊന്ന് എന്താടാ തട്ടിയാ അതെ ആ ബാക്കത്തെ ആ പ്ലാസ്റ്റിക്കാണ് പൊട്ടിയാ തീരുമാനായി. ഓനത് ബ്രേക്ക് കുടിക്കാൻ പറിച്ചില്. നീ എവിടാ ബ്രേക്ക്? ഇന്ന പിടിച്ച സോലിയേ ഞാൻ ചുറ്റു തയ്യോ. നമുക്ക് രണ്ടാക്കും കൂടി പോകുന്നത്. ആ എടാ അബ്ദുറസാക്ക, അപ്പൊ റസാക്ക് പറ എന്താ മൂട്? അപ്പൊ അതാ ഞങ്ങള് റസാക്കിന് ബോട്ടൊന്ന് ചെറുതായിട്ട് പണിയിട്ട് ഞങ്ങളിതാ കായലിന്റെ നടുവിലല്ലേ. ഇത് കായലാതാ പോയേ. നമ്മളിതാ കായലിന്റെ പൊയന്റെ എന്താണ് പൊയാണ് തോന്നുന്നുണ്ടല്ലേ. പൊയന്റെ നടുക്കുതാ ആ ഫുള്ള് വൈബ് അടിച്ചിട്ട് വേണ്ട ചിക്കന്മാരൊക്കെ അതാ. ഫാറൂഖൊക്കെ പോണോക്ക നീന്തല അതറിയില്ലെന്ന് പറഞ്ഞാല്. ഓയ് ഫാറൂഖ് പോയടാ, നമ്മളെ വിട്ടു പോയി. ഫാറൂഖ് മനിതർ ഉണർവ് കൊള്ള ഇത് മനിതർ ഇത് മനിത കാതൽ അതെയും താണ്ടി പുനിതമാണ്. സുഭാഷ് സുഭാഷ് എന്താ റമീസ ഒരു തേങ്ങ ഒഴുകി വരുന്നു. അടിപൊളിയില്ലേ? അത് വൈബായില്ലേ? ടൈമോ കാറ്റത്തെ ടൈമറുള്ളത്. അങ്ങോട്ട് കൊണ്ടാ. ഓ വാട്ടേ വ്യൂ അല്ലേ. സുഹൃത്തുക്കളെ, ദൈവം ഭൂമിക്ക് കൊടുത്ത അത്ഭുതം കാണണോ? ഇതൊക്കെ കണ്ടിട്ടിനി മരിച്ചാലും സാരമില്ല. നിങ്ങൾ ഈ കാഴ്ച നോക്കിയേ. ഇതെന്താ പറയാളേ? എന്താ പറയാളേ? അടിപൊളി. എന്താടാ ടോണൊക്കെ മാറിയത്? വീഡിയോ ആണോ? വീഡിയോ ആണോ? ഞാൻ കറങ്ങി വരാം. പറയണ്ടേ? നിങ്ങളിങ്ങനെ എടുത്തേക്ക് വാ. ആ എക്സ്പ്രസ് ഇട്ടിരുന്നു. ഇതിമ കോക്കല്ലേ? റോളിംഗ് സാർ. ഊലക്കത്തക്കത്ത എടത് തോണിയാണ്, അല്ല സ്റ്റീറിംഗ് അല്ല. തട്ടിയിലടാ. എടത് സ്റ്റീറിംഗ് അല്ല. ഇനി റൗണ്ട് അടിക്കണോ?
ഇനി കറക്കുന്നത് കാണാം. വേണ്ട അങ്ങ് വാ. അബ്ദുറസാക്ക ടൈം എത്രയാടാ? റമീസ ടൈം എത്രയായി? എത്രയായാലും നിന്റെ സമയം വളരെ മോശ. മാറ് 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 ഇജ്ജ് മാറ് റമീസ് മാറ് മിസ് മാറ് റമീസ്. അയ്യോ ജസ്റ്റ് മിസ്. എടാ ബാഗ് കൊടുത്തടാ, ഔത്ത് കയറടാ. എടാ ബാഗ് കൊടുത്തടാ, വൈരി ബാഗ് കൊടുത്തടാ. വാടാ ബാഗ് കൊടുത്താ വീട്ടിൽ കയറാൻ അറിയില്ല, കറങ്ങി നടക്കുക. ഒരു പൊളി. കേറ് കേറ്, വണ്ടി സൈഡാക്ക്. ഞാൻ ആകെ നഞ്ഞടങ്ങായി എന്നെ കൊണ്ട്. എന്താട് അടിപൊളി വിളിച്ചൊക്കെ പോയില്ലേ? എക്സ്പീരിയൻസ് തന്നെ. അതെ കിടിലം ഉഷാറാക്കി. അങ്ങനെ അബ്ദുൾ റസാഖ് ഓൺ ദ സ്റ്റേജ്. അങ്ങനെ അബ്ദുൾ റസാഖിന്റെ ഊര അടുത്ത ആൾക്ക് കൊടുക്കുന്നതാണ്. കാണിയടാ ലൈറ്റൊക്കെ പോയി. ഒരു 2 നയല് വരുന്നുണ്ട്, 2 നയല്. കയ്യൊക്കെ ഒരു ഒട്ടല്. നിങ്ങളാരും നഞ്ഞിട്ടില്ലല്ലോ. അബ്ദുൾ റസാഖ് നഞ്ഞ്. ഇപ്പം അഞ്ചിലൊക്കെ എങ്ങനെ ഉള്ളായി? ഇവിടെ നോക്കടാ, നിന്റെ സോലി 5ആണ്. ഇവിടെ മേസപ്പൂ പരിപാടി ഉണ്ട് കേട്ടോ. ഇത് വാങ്ങാനും കിട്ടുമോ? അതെ നമുക്ക് വേണം. നമ്മളിങ്ങോട്ട് വരും. നമ്മള് ഇവിടെ കയാക്കിങ് മാത്രമല്ല ഗൈസ്, വേറെ ഈവന്റ് പരിപാടികളൊക്കെ ഉണ്ടല്ലേ. കുഞ്ഞു കുഞ്ഞു ഇവന്റുകളൊക്കെ ഉണ്ടല്ലേ. സോലിന്റെ കല്യാണ പരിപാടി ഇവിടെ വെച്ച് നടത്താൻ. റമീസിന്റെ സോലിന്റെ കല്യാണം നമ്മളിവിടെ ആക്കൂലേ. ഒന്നിന്റെ ഏകദേശം തീരുമാനമായി. ഒന്ന് ഇത് ഞമ്മളിപ്പോ തന്നെ ആയിട്ടില്ല. അടുത്ത നമ്മളിനി ഇവിടെ ഐലൻഡിൽ കയറും കേട്ടോ. അവിടെ റിസോർട്ടിൽ ഷൂട്ട്. അടുത്ത നമ്മള് ഒരു ബാച്ചിലർ പാർട്ടിയില്ലേ, അതെ നമുക്ക് നമുക്കൊരു ഇത് രാത്രി ഇവിടെ റിസോർട്ട് എടുക്കണ്ടേ. അവിടെ ഇന്നാള് നമ്മള് പറഞ്ഞത് രാത്രി ചൂടാന്ന് പറഞ്ഞത്. രാത്രി ഇൻ കേസ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നീന്താ. കാരണം മറ്റേ തോണി ഡ്രൈവർ ഉറങ്ങാൻ പോകും. നേരെ നീന്താൻ ഉണ്ടാവും. നമുക്ക് തോന്നുന്നു വാങ്ങിയാൽ പോരാ. ഇവിടെ വലിയ ഈവന്റ് പരിപാടികളൊക്കെ നടക്കൂലേ സോലിയ. എന്റെ കല്യാണം നമ്മൾ ഇങ്ങോട്ടാക്കിയാലോ. നല്ല പ്ലാൻ. നമ്മളുടെ ഉദ്ദേശം അതാണ്, കല്യാണമൊക്കെ ഇങ്ങനെ പരിപാടി ആക്കണം അല്ലേ. ചെറിയ ഈവനിങ് പരിപാടി, കുറച്ച് ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് ഒരു 50-100 ആൾക്കാരെ വിളിച്ചുകൊണ്ട് കല്യാണമല്ല, നമ്മൾ ബാച്ചിലർ പരിപാടിയൊക്കെ ഉണ്ടാക്കാം. കല്യാണം എന്താക്കിയാല് നാട്ടിലേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതിയല്ല. ഇതിനുള്ളിൽ കയറി ഉണ്ടെങ്കിൽ നമ്മൾ പാർസലാക്കി കൊണ്ടുകൊടുത്താൽ പോരെ. മറ്റു പോലിക്ക് പണ്ടാരിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ കുറച്ച് ചെക്കന്മാരും ഇത് എന്നാ പറയും റമീസ് അറിയും ഒരു ഹാപ്പി മാരീഡ് ലൈഫ്. എന്നോടല്ല അവിടെ പറയുന്നു, ഹാപ്പി മാരീഡ് ലൈഫ് എന്നോടല്ല. അവിടെ ഉറക്ക വിളിച്ചു എടാ അത് പോട്ടെ. ഒന്ന് മാൽദീവ്സിന്റെ ടൈം, ഒന്ന് ദുബായിത്തെ ടൈം. ഒന്ന് ബെല്ലെ ടൈം നോക്കാൻ, ഒന്ന് ബെല്ലെ എതിർ
അത് ആവശ്യം വരാടാ. ഇത് ഇവിടെ കഴിഞ്ഞ ബോർഡർ കഴിഞ്ഞാൽ ഇതെത്തിയടാ മാലദ്വീപ്സ് എത്തി, ദുബായ് മാലദ്വീപ്സ് എത്തി. അതിനാണ് 3 ക്ലോക്ക്. എല്ലാ സാധനം എടുത്തോട്ടോ. ഡൈനാമിക്കിന്റെ ഇന്ത്യ ഇതൊക്കെ നമ്മളെ പരിയില്ല ബെൻസല്ലേ അവിടെ 3 കഴിഞ്ഞ ഇത് ബോർഡർ കഴിഞ്ഞ മാലദ്വീപ്സ് എത്തി, അപ്പുറത്ത് ദുബായ്. അതുകൊണ്ടാണ് നേരത്തെ വരാൻ പറഞ്ഞത്. ദുബായ്ക്കാണ് കടന്നാൽ 2.5 മണിക്കൂർ ബാക്ക് പോയി. വന്നൊന്ന് ഭയങ്കര വെളിപ്പാണ് ചേട്ടാ, നീ ഒന്ന് മാറി പോയണമെന്ന്. പോത്തന്നൂരൊക്കെ ജില്ലടാ. എല്ലാരും നഞ്ഞീണ് സാറിയാ. അതൊക്കെ ഉണങ്ങിക്കോട്ടാ. ഞാൻ പൊയ്ക്കോളുന്നത് മുള്ള നഞ്ഞി. ഈ പാന്റ് ആയതുകൊണ്ടാണ് തന്നെ അറിയാത്ത. ഇല്ല എവിടുന്ന് സോലിയോടെ സോലി മൊല്ലിം സോലി അതെ ഞാൻ തടുത്താണ്, ഞാനാണ് പിടിച്ച് ഇങ്ങനെ കഴിഞ്ഞില്ലേ പോലെ തബാറൊക്കെയാണ് സൂറത്ത് ഓതിയത്. ചായ പറഞ്ഞിട്ടില്ല. ചായ പറയും. കോഫി ആയാലോ? കോഫി ആക്കാം, അത് കുഴപ്പമുണ്ടാവില്ല. കോഫി കുഴപ്പം. ഒരു കട്ടനും ബാക്കി 4 കട്ടൻ ചായ, 4 കോഫി. അതെന്താ വിഷയം? എന്നാ ഒഴിവാക്കിയതാ പറയാ. ചായ കുടിക്കാൻ വളം കുടുംബം കുടിച്ചില്ല മടി തീകാണ്ട് നമ്മളെന്തെങ്കിലൊക്കെ ഉണ്ടോ? ഇത് 2 എടുത്തോ, അതൊന്നും ആവശ്യം വരും. അവിടെയൊക്കെ എന്നാലും അങ്ങ് നീക്കാൻ പറ്റാന്ന്. എനിക്കെന്താണ്ടി എല്ലാം ഉണ്ട്. എന്താണ്ട് റമീത്തിന് എന്താണ്ടി? റമീത്ത് എന്താണ്ടി? ഞാൻ സമൂസ പറഞ്ഞല്ലോ. പറഞ്ഞോ അങ്ങനെന്താണ് മുട്ട ബജി അതിനുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. കാണിച്ചില്ലടാ അൺഹെൽത്തി ഉള്ളിവടാണോ? ഉള്ളിവട ഒരു മുട്ട ബജി, ഒരു മുട്ട ബജി. ഇപ്പൊ ചായ എടുത്തോളിട്ട് അതിപ്പോ തീരും, കടുപ്പ് തീർക്കുന്നേ. ചട്നി മേടിച്ചാ എറിഞ്ഞോടുത്താളേ. ചെക്കൻ ഹെൽത്ത് നോക്കണ ആളാട്ടാ. ഞാൻ കട്ടൻ കുടിക്കാൻ മൂട്, കട്ടൻ കുടിക്കാൻ മൂട്. കട്ടൻ മൂടല്ല ചട്ടീന്ന് കടിപിടില്ല. പഴയത് മുഴുവൻ റമീസ് തിന്നോ? പഴയത് മുഴുവൻ ചെന്നോ? സോലിയ മുട്ട ബജി ഒന്നുമില്ല. ഇന്നലെ കണക്കുണ്ടായിക്കോട്ടെ റമീസ്, പൈസ കൊടുക്കാനുള്ളതാണ്. അതൊന്നും വേണ്ട, അടുത്തോട്ട് പോട്ടെ. കണക്ക് വെക്കാം. കടി എന്താ പാടിയത്? കടി എന്താ പാടിയത്? അപ്പൊ ഈ ചായയുടെ കൂടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ? അതെ, ഞാൻ അടുത്ത ആറാഴ്ച അല്ലേ? അങ്ങനെ കോഫി എത്തി. കോഫിയും പയമ്പരി, കട്ടൻ ചായയും മുട്ട ബജി. ഞങ്ങളുടെ പറയാനുള്ള ചാനൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറുണ്ട്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര വൈൻഡപ്പ് ചെയ്യാറില്ലേ? ബാക്കിയുള്ള പറഞ്ഞൂലേ വൈൻഡപ്പ് ചെയ്യാൻ. ബൂസ്റ്റ് വലിയ ബന്ധങ്ങളിലേക്ക് പോകും, അത് വേണ്ട. ഇപ്പൊ കടിയൊന്നും തീരാരും എടുത്തിട്ടില്ല. മുട്ട ലാസ്റ്റ് സോലിന്റെ വൈൻഡപ്പ് ചെയ്യാൻ ലാസ്റ്റ് കടിയില് ഇതൊക്കെ ദോശ ഇതാ വരുന്നു. പരത്തി വെക്കണേ അലമ്പായോന്ന് നോക്കണ്ടേ. അവന്റെ തീരുമാനം ഭയങ്കര അലമ്പായിട്ടാണ്.
അലമ്പായ ഒന്ന് മേടിച്ചാൽ ഞാൻ എന്തുണ്ടെങ്കിലും മയോണൈസ് കൂട്ടിക്കണേ, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ കോഫിയും കഴിയാനായി. ചല്ലു അതിന്റെ പേരിൽ എന്താ പറയാ? കുടിച്ചു തുടങ്ങിയില്ലല്ലോ അതിന്റെ പേരിൽ എന്താ പറയാ? ഇങ്ങനെ പറയും എനിക്ക് പറയാൻ അങ്ങനത്തെ പറയും. ഇത് വളരെ നല്ലൊരു ഇതാണ്. തീരുമാനം ഉണ്ടല്ലോ വളരെ ഇന്നത്തെ ഞായറാഴ്ച തീരുമാനം എടുക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ. ഇന്നത്തെ ഞായറാഴ്ച അടിപൊളിയായില്ലേ? എന്തായാലും ഞായറാഴ്ച ഫുൾ എൻഗേജ് അല്ലേ? ഇനി അടുത്ത ആറാഴ്ച അല്ലേ? അടുത്ത ആറാഴ്ച വരുമോ? മാർക്കോ ഒരു രക്ഷയില്ലല്ലേ? ആകെ അടിയും പുകയും. എന്ത് വെറുപ്പീരായിരുന്നു ഞാൻ വിചാരിച്ചു അത് അപ്പുറത്ത് ആരെങ്കിലും ഹൃദയ ശ്വസക്രിയ നടത്താൻ വേണ്ടി മാറ്റി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഹൃദയം ഒറിജിനൽ അല്ല എന്നല്ലേ പരാതി അല്ലേ? ആ കുട്ടീനെ കാണിച്ചില്ല, കുട്ടീനെ രണ്ട് കാലം മാത്രമേ കാണിച്ചില്ല. ചെറിയ കുട്ടിയാ കുട്ടീനെ കാണിച്ച് ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ഈ സാധനം വാങ്ങൂലല്ലോ? ലാസ്റ്റ് അല്ലേ? നല്ല എണ്ണയാണ് അതില്. അപ്പൊ അങ്ങനെ നമ്മള് ചായയും കുടിച്ച് ഇറങ്ങി കഴിക്കും അല്ലേ? എന്താ പറയാ? അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ റസാക്ക, അപ്പൊ ചാനൽ ഇന്നത്തെ വീഡിയോ അതിന്റെ ആയില്ലേ? ഞാൻ അടുത്ത ആറാഴ്ച ഇതുപോലെ അടുത്ത വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം അണൈവർക്കും. പോവാ എന്നാ ചാട്ടാക്കിയോ. ഇനി മറ്റേത് അജിന്റെ ഒരു വില്ല് ഒരു മൂടില്ലടാ.